നമുക്ക് നല്ലൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ, അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാനുള്ള. അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. അതിനായിട്ട് 3 മുട്ട എടുക്കാം. മുട്ട പൊട്ടിച്ച് അതിലേക്ക് മുട്ട പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂണോളം ക്രഷ്ഡ് മുളകും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പച്ചെമ്പെടുത്ത് ഒരു സ്ക്വയർ പാത്രത്തിൽ എണ്ണ തടവി അതിന് ആ പാത്രത്തിലേക്ക് ഈ മുട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തത് 2 സെക്കൻഡ് മതി. ആവി കയറി ഈ മുട്ട നന്നായിട്ട് പൊങ്ങി വരും. അപ്പം നമുക്ക് അതിനെ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പാകത്തിന് നമ്മൾ ആവി കയറ്റുന്നത്. നിങ്ങൾക്ക് ആവി കയറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നോൺ സ്റ്റിക്കറിൻ്റെ വട്ടം കുറഞ്ഞൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നീട് നമുക്കത് ആവി കയറ്റാൻ വെക്കുന്ന സമയത്ത് 2 സബോളയും ഒരു മീഡിയം സൈസ് 2 സബോളയും 1 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചോപ്പറിൻ്റെ അകത്ത് വെച്ച് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് തിന്നായിട്ട് വരും. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട താമസമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് നമുക്കിത് ചെയ്ത് കിട്ടും. പിന്നീട് ഒരു പാൻ വെക്കുക. പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേനും കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അത്ര നല്ല ടേസ്റ്റായത്. പിന്നീട് നമുക്ക് ജീരകം 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ചെറുതീയിൽ വരണ്ട് വരണം, നന്നായിട്ട് വരണ്ട് വരണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ്സിൻ്റെ ഒരു ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് നോക്കാവുള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വന്നു. ഇനി അതിനെ അപ്പച്ചമ്പിയിൽ നിന്ന് എടുത്ത് നമുക്ക് തണുക്കാൻ മാറ്റി വെക്കുക. പിന്നെ അതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്ത് വെക്കണം, അത് കാണിക്കാൻ വിട്ടുപോയി ഇതിൻ്റെ അകത്ത്. ഇത് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വരണ്ട് വന്നു. ഇതുപോലെ വഴറ്റി വരണം, എന്നാലേ നമുക്ക് നിറം കിട്ടത്തുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചെറുതിയിൽ ഒന്ന് വരട്ടിയെടുക്കുക. വരട്ടിയെടുത്തതിന് ശേഷം 1 ഗ്ലാസ് തിളച്ച ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെക്കുക. അതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ സ്ക്വയറിൽ കണ്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ മുട്ട ഇട്ട് അതിലേക്ക് അന്നേരം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇത് ഡ്രൈ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്, ഡ്രൈ മുട്ട റോസ്റ്റ് ആയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു പിടുത്തം കാഷ്യൂനട്ട് എടുത്ത് നന്നായിട്ട് വെള്ളത്തിലൊന്നും കുതിരാൻ വെച്ചിട്ട് കലക്കിയ ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഒരു തിക്കൻ നല്ല ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് അപ്പത്തിനൊക്കെ ഗ്രേവി വേണ്ടവർക്ക്, അല്ലാത്തവർക്ക് ഇതുപോലെ ആയാലും ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. എന്നാലും നല്ലൊരു ഗ്രേവി ആയിട്ട് ഇതിരിക്കുന്നത്, നല്ല ഭംഗിയായിട്ട്. അപ്പോൾ അത് നമുക്ക് അപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ കൊണ്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇനി പോരാ ചാറ് വേണമെന്നുള്ളവർക്ക് കാഷ്യൂനട്ട് അരച്ച് ചേർത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്